നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി സംഭാവനകൾ അയയ്ക്കുക, നിങ്ങൾ പരസ്യങ്ങൾ നൽകുക. സുഭാഷിതം ഡിജിറ്റൽ ചാനലിൻ്റെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഇത് കാണുന്നവരോട് കേൾക്കുന്നവരോട് ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടാൽ ആ വിഷയത്തിലുള്ളവർ മാത്രമാണ് വീഡിയോ കാണുന്നത്. അങ്ങനെ ചെയ്യരുത്. കാരണം ചാനലിൻ്റെ പൊതുവായ വളർച്ചയ്ക്ക് നിങ്ങൾ എല്ലാ വീഡിയോയും ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് എല്ലാം കേട്ടില്ലെങ്കിലും നിങ്ങളത് ഒന്ന് ഓണാക്കിയിട്ടിരിക്കുക. സമയം കിട്ടുമ്പോൾ എല്ലാവരും മൊബൈലിലും അത് പറ്റണമെന്നില്ല, പറ്റുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ ഓൺ ചെയ്തിട്ടേക്ക്. എല്ലാത്തിൻ്റെയും കണ്ടൻറ്റ് നിങ്ങൾ പഠിക്കണമെന്ന് കേൾക്കണമെന്നൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷേ അതൊന്ന് ഓൺ ചെയ്ത് 5 മിനിറ്റ് 6 മിനിറ്റൊക്കെയാണല്ലോ വീഡിയോസ് ഉള്ളത്. നിങ്ങളത് ഓൺ ചെയ്തിട്ടിരുന്നാൽ അത് കേട്ടതായിട്ട് അല്ലെങ്കിൽ കണ്ടതായിട്ട് അതിൻ്റെ യൂട്യൂബ് കമ്പനി മനസ്സിലാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കതിൻ്റെ ഗുണം, അതിൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും, അപ്പോൾ വീഡിയോസിൻ്റെ വാച്ച് അവർ കൂടണം, ഇതിൻ്റെ വാച്ച് അവർ കൂടണം, അതുപോലെ തന്നെ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടണം. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളിൽ ഒരാൾ ഇപ്പോൾ അങ്കണവാടി അല്ലെങ്കിൽ തൊഴിലുറപ്പ് ആശാവർക്ക് ഇട്ടാൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരുപാട് ആളുകളുടെ ഫോണുണ്ട്, അവർക്കെല്ലാം അയച്ചു കൊടുക്കണം. നിങ്ങൾ മാത്രം ഇത് കാണുന്നു എന്നുള്ളതിൻ്റെ അടുത്ത് നിൽക്കാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ, അങ്ങനെ ഒരുപാട് ആൾ അവരെല്ലാം ഇത് അറിയട്ടെ. ഇതൊരു സാമൂഹ്യ വിഷയമാക്കുന്നതിനാണ് ഇതിനകത്ത് ഇടുന്നത്. അല്ലാതെ ഇടുന്നതിൻ്റെ കുറച്ച് പേര് മാത്രം കാണാനല്ല. ആ നിലയിൽ ഈ വീഡിയോകളെ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് വരാം. അങ്കണവാടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷമുള്ള, രാജ്യത്തെ, ഇവിടെയല്ല, കേരളത്തിലല്ല, രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും അങ്കണവാടികളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് ഗുജറാത്തിൽ വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. 20-ാം തീയതി, ഈ 20/8/2020 എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ്, ഇന്ന് 22 മനസ്സിലാക്കുന്നു, 2 ദിവസം മുമ്പ് അവിടുത്തെ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നിട്ടുണ്ട്. ഗുജറാത്തിലെ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നിട്ടുണ്ട്. ആ വിധിയുടെ വിശദാംശങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പക്ഷേ വിധിയുടെ സാരാംശം ഇതാണ്: അങ്കണവാടിക്കാരുടെ വേതനം കുത്തനെ കൂട്ടിയിട്ടുണ്ട്. ഇത് ഇന്നത്തെ മനോരമ, മാതൃഭൂമി പത്രങ്ങളിൽ, മറ്റ് പത്രങ്ങളിലും ഉണ്ട്. 2 പത്രങ്ങളിൽ ഇത് വച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ചാനലിൽ കൊടുക്കുന്നുണ്ട്. വർക്കർമാർക്ക് 24,800 രൂപയും ഹെൽപ്പർമാർക്ക് 20,300 രൂപയുമാണ്. നോക്കൂ, നമ്മൾ സുഭാഷിതം ചാനൽ തന്നെ ഇവിടെ 24,000 ഡിമാൻഡ് ചെയ്തു, 21,000 ഡിമാൻഡ് ചെയ്തു. അത് ഡിമാൻഡ് ചെയ്ത് കേരളത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ ഗുജറാത്തിൽ കേസിൻ്റെ വകയായിട്ടാണെങ്കിലും നമുക്കിതിൻ്റെ ക്രെഡിറ്റ് ഒന്നുമല്ല. നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം രാജ്യത്തെ ഒരു സ്ഥലത്ത് നടപ്പിലാക്കിയല്ലോ, അതുകൊണ്ട് അതിൻ്റെ സന്തോഷമാണ് നമുക്കുള്ളത്. എന്തായാലും 24,800, 24,000 പറഞ്ഞ് 24,800 അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഗവൺമെൻറ്റിനെയൊക്കെ സമീപിക്കുന്നവർക്ക് ഇതൊരു പ്രസിഡൻ്റായി ഇതെടുത്ത് കാണിക്കാൻ മാത്രമായി. വർക്കർമാർക്ക് 24,800 രൂപയും ഹെൽപ്പർമാർക്ക് 20,300 രൂപയാണ്. അഹമ്മദാബാദിൽ നിന്നുള്ള വാർത്തയാണ്. ഗുജറാത്തിലെ തലസ്ഥാനമായ അഹമ്മദാബാദിൽ നിന്നുള്ള വാർത്തയാണ്. ഗുജറാത്തിലെ അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും മിനിമം വേതനം ഹൈക്കോടതി വർദ്ധിപ്പിച്ചു. വർക്കർമാരുടെ വേതനം 10,000-ൽ നിന്നാണ് 24,000 എന്ന് പറഞ്ഞാൽ 200 ഇരട്ടി കൂടുതലാണ് പോയിരിക്കുന്നത്. 100 ഇരട്ടി എന്ന് പറയുമ്പോൾ തന്നെ 20,000 ആയി, പിന്നെ അതിൽ കൂടുതൽ പോയി. 20,000 200 ഇരട്ടിയല്ല, 100 പിന്നെ ഒരു 120, 125, 124ഓളം ശതമാനം കൂട്ടിയിരിക്കുകയാണ്. 10,000-ൽ നിന്ന് 24,800 രൂപയായിട്ടും ഹെൽപ്പർമാരുടേത് 5,500-ൽ നിന്ന് 20,300 രൂപയുമായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കൂട്ടായോ സംസ്ഥാന സർക്കാർ മാത്രമായോ ഈ തുക നൽകണം, അതിനകത്ത് ആരെയും ഇങ്ങനെ നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. 2025 ഏപ്രിൽ 1 മുതൽ കുടിശ്ശിക സഹിതം പണം നൽകണം. 2025 ഏപ്രിൽ 1 മുതൽ ആണ് നൽകേണ്ടത്. പക്ഷേ ഇത് പല ആളുകളോടും ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവർ പണ്ട് വന്ന വീഡിയോ ഇതല്ലേ, പണ്ടത്തെ കേസല്ലേ എന്നൊക്കെ. അല്ല, 2025 ആഗസ്റ്റ് മാസം 8-ാം തീയതി, ആഗസ്റ്റ് മാസം 20-ാം തീയതിയാണ് ഈ വിധി വന്നത്. ഈ വർഷത്തെ ഏപ്രിൽ 1 മുതലാണ് അപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം വിധി വന്നിട്ട് 5-6 മാസം മുതൽ അവർക്ക് ഈ ബെനിഫിറ്റ് കിട്ടും. വർക്കർമാർ 10,000 രൂപയും ഹെൽപ്പർമാർക്ക് 5,500 എന്ന തുച്ഛവേതനം അവരുടെ കഠിനമായ ഉത്തരവാദിത്തങ്ങൾ കണക്കെടുക്കുമ്പോൾ അനീതിയാണ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്ന ശമ്പള പരിഷ്കരണങ്ങൾക്കനുസരിച്ച് പുതിയ വേതനത്തിൽ ഭാവിയിൽ മാറ്റം വരാമെന്നും കോടതി പറഞ്ഞു. അപ്പോൾ ഇപ്പം മാത്രമല്ല, അതിൻ്റെ വളരെ വളരെ ദൂരവ്യാപകമായൊരു വിധിയാണ് ഈ രാജ്യത്ത്. അതായത് ഇപ്പോൾ 24,000 കൊടുത്തിരിക്കുന്നു, പക്ഷേ ഭാവിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരവരുടെ സംസ്ഥാന മറ്റ് ജീവനക്കാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിലും മാറ്റം വരാം. ഹർജികൾ ഫയൽ ചെയ്യുന്നതിന് മുമ്പുള്ള 3 വർഷത്തെ വേതനം മുൻകാല പ്രാബല്യത്തോടെ നൽകണമെന്ന സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിനെ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. കാരണം വലിയ സാമ്പത്തിക ബാധ്യത സർക്കാരുകൾക്ക് കൊടുക്കണ്ട. കാര്യം 3 വർഷത്തേക്ക് മുമ്പോട്ട് പിറകിലോട്ടൊരു 3 വർഷത്തെ കൂടി ചോദിച്ചുകൊണ്ടാണ് കേസ് അവിടെ ആളുകൾ കൊടുത്തിരുന്നത്. ഇതിനു മുമ്പേ ഗുജറാത്തിൽ ഗ്രാറ്റുവിറ്റിയുടെ കേസുണ്ട്, അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് സുപ്രീം കോടതി വിധി തന്നെയുണ്ട് 2023-ലെ 22-ലെ. അങ്ങനെ വലിയ രീതിയിൽ ഗുജറാത്തിലെ അങ്കണവാടി സ്ത്രീകൾ ആവേശവും ശക്തിയുമായി പോരാടി അവർ നേടുന്നു. കേരളത്തിലെ സ്ത്രീകൾക്കും പോരാട്ടം
ഈ പറയുന്ന ഞാനിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, രൂപത്തിൽ പോരാ, പുതിയ രൂപത്തിലുള്ള പോരാട്ടം കേരളത്തിൽ നടക്കട്ടെ. അത് ഏതൊക്കെ രൂപത്തിൽ വേണമെന്ന് നിങ്ങൾ കൂടെ ആലോചിക്കുക. സുഭാഷിതം ചാനൽ നിങ്ങളോടൊപ്പമുണ്ട്.